ഒരു ഷോയിൽ വന്ന് അഭിമാനം പോലും പണയം വയ്ക്കുന്ന രീതിയിലാണ് അവിടെ കുണുമോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കുണുമോൾ ഫാൻസുകാർക്ക് ഇത് എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. അനുമോൾ അനീഷിനോട് കാണിച്ച ഈ ഒരു ലവ് ട്രാക്ക് അവസാനത്തെ ഒരാഴ്ചയില്ലേ എന്തെങ്കിലുമൊക്കെ വോട്ട് പിടിക്കാനുള്ള നാറിയ കളികൾ മാത്രമാണ് ഇപ്പോൾ അനുമോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പാവം അനീഷ് വീഴുന്നുപോയി. സത്യം പറഞ്ഞാൽ അനീഷ് വിചാരിച്ചു അനുമോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്രഷ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തൊരു സ്നേഹം കാണും. അതുകൊണ്ടാണ് അനീഷ് ഡയറക്റ്റായിട്ട് പോയി ഒലിപ്പിക്കാനോ ഒന്നും നിന്നില്ല. ഡയറക്റ്റായിട്ട് പോയി കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. പക്ഷെ എന്നിട്ട് അനുമോൾ പറയുന്ന നാടകം അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. അവിടെ ഷാനവാസ് പറയുന്നുണ്ട്, നൂറ പറയുന്നുണ്ട്, ഒരാളുടെ ഇമോഷൻസ് വച്ച് നീ ഒരിക്കലും കളിക്കരുത്, അത് എന്തിന്റെ കാരണത്താലായാൽ പോലും. അപ്പോൾ അനുമോൾ പറയുന്നത്, ഞാനൊരു ചേട്ടനെ പോലെയാണ് കരുതിയത്, അയ്യോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിച്ചില്ല അല്ലേ. എത്രയോ വട്ടം നാവ് കൊണ്ട് പറയാതെ അനുമോൾ അനീഷിനോട് ഈ ഒരു പില്ലോരെ ബാക്കിലെടുത്ത് നോക്കൂ, അതിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട്, അതിന്റെ നാണം. ഈ 33 വയസ്സ് ഉള്ള ഈ ഒരു സ്ത്രീ കാണിക്കുന്ന ആ ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആ ഒരു വെറുപ്പീര്, അത് വേറെ ലെവൽ. അത് ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ പ്രൊമോ വന്നപ്പോൾ കുറച്ചുകൂടെ ഓവറാണ് ഈ കുടുംബ പ്രേക്ഷകരെ പിടിക്കാൻ. സത്യം പറഞ്ഞാൽ അനുമോള് നല്ല രീതിയിൽ അവിടെ ഒരു ലവ് ട്രാക്ക് കളിക്കാനൊക്കെ നോക്കി. ഇപ്പോൾ അത് പറ്റുന്നില്ല. ആ ഒരു വിഷമ അനുമോക്കൊണ്ട് അനീഷിന്റെ അടുത്ത് നൈസായിട്ട് പോയി ചേട്ടാ നമുക്കൊന്ന് സംസാരിക്കാം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് അത് ആദ്യമേ തന്നെ അങ്ങ് കട്ട് ചെയ്തു. അനീഷിന്റെ കാര്യം മനസ്സിലായി, മനഃപൂർവ്വം നാടകം കളിക്കുകയാണെന്ന്. പക്ഷെ ഒരു ഷോ ജയിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് ഒരിക്കലും കളിക്കരുത് അനുമോൾ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അതാണ് മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.